കൃഷ്ണ. എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. സ്കന്ദഷഷ്ഠി വ്രതത്തിൻ്റെ 5ാമത്തെ ദിവസമാണ് നാളെ. ഒരു ദിവസം വ്രതമെടുക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം നാളത്തെ ദിവസം വളരെ പ്രാധാന്യമുള്ളതാണ്. നാളെ അങ്ങനെയുള്ള ആളുകളെല്ലാവരും തന്നെ ഒരിക്കലെടുത്ത് ഭഗവാനെ പ്രാർത്ഥിക്കും. പിറ്റേ ദിവസം സ്കന്ദഷഷ്ഠി, അതിൻ്റെ അടുത്ത ദിവസം അതായത് 7ാമത്തെ ദിവസം അന്ന് ഭഗവാന്റെ വിവാഹമാണ്. 6ാമത്തെ ദിവസം അതായത് ഷഷ്ഠി ദിവസമാണ് ഭഗവാൻ ശൂരപത്മാസുരനെ വധിച്ചത്. അന്ന് അതായത് ഷഷ്ഠി ദിവസം എല്ലാവരും ശൂരപത്മാസുര വധം കേട്ട് പ്രാർത്ഥിക്കണം. നാളത്തെ ദിവസം നമുക്ക് സ്കന്ദപുരാണം ഇതുവരെ നടന്ന കാര്യങ്ങൾ ഓടിച്ച് പറഞ്ഞു നിർത്താം. ഷഷ്ഠി ദിവസം നമുക്ക് ശൂരപത്മാസുര വധവും അതുപോലെ തന്നെ പിറ്റേ ദിവസം 7ാമത്തെ ദിവസം ഭഗവാന്റെ വിവാഹവും പറഞ്ഞ് സ്കന്ദപുരാണം അവസാനിപ്പിക്കാം. അപ്പോൾ ഇതുവരെ കഥകളൊന്നും കേട്ടിട്ടില്ലാത്ത ആളുകളും എല്ലാ ദിവസവും സ്കന്ദപുരാണം കഥകൾ കേട്ടുകൊണ്ടിരുന്ന ആളുകളും നാളത്തെ ദിവസം നിർബന്ധമായും കഥകൾ കേൾക്കണം. കാരണം സ്കന്ദപുരാണം ആദ്യം മുതൽ ശൂരപത്മാസുര വധത്തിന് തൊട്ടു മുമ്പ് വരെ നാളെ പറഞ്ഞു പോകും. കാരണം ഷഷ്ഠി വ്രതത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഭഗവാന്റെ ആ കഥകളെല്ലാം ഒന്നുകൂടി മനസ്സിൽ ഉറപ്പിച്ചിട്ട് വേണം ഷഷ്ഠി വ്രതത്തിലേക്ക് കടക്കുന്നതിനായിട്ട്. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് നാളത്തെ ദിവസം ഭഗവാനെ എങ്ങനെ പ്രാർത്ഥിക്കണമെന്നും ഭഗവാന്റെ ചില മഹത്വ കഥകളുമാണ്. ഷഷ്ഠി ദിവസത്തിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്, ഷഷ്ഠി ദിവസം വേലായുധ സ്വാമിയെ പ്രാർത്ഥിക്കുന്നത് എങ്ങനെ, ഷഷ്ഠി വ്രതത്തിൻ്റെ മഹത്വങ്ങൾ, അതുപോലെ തന്നെ ഷഷ്ഠി ദേവി, അന്നത്തെ ദിവസം ഷഷ്ഠി ദേവിയെ പ്രാർത്ഥിക്കണോ അതോ വേലായുധ സ്വാമിയെ പ്രാർത്ഥിക്കണോ, ഇങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റിയൊക്കെ വളരെ വിശദമായൊരു വീഡിയോ ഈ വീഡിയോയുടെ തൊട്ട് മുമ്പിലുള്ള വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എല്ലാവരും അത് കേൾക്കണം. കാരണം കഥ സഹിതമാണ് ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ടാണ് അത് പ്രത്യേകം ഒരു വീഡിയോ ആയിട്ട് ഇട്ടത്. എല്ലാവരും ഷഷ്ഠിവ്രതം എടുത്താലും ഇല്ലെങ്കിലും ആ വീഡിയോ നിർബന്ധമായിട്ടും കേട്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയണം. നമുക്ക് ഭഗവാന്റെ ചില മഹത്വങ്ങൾ അതിനെപ്പറ്റി പറയാം. സ്കന്ദപുരാണത്തിൽ തന്നെ പറഞ്ഞിരിക്കുന്ന ചില മഹത്വ കഥകളാണ്. ശുഗപുരം എന്ന ഒരു രാജ്യം ഭരിച്ചിരുന്നത് സ്കന്ദദേവൻ്റെ ഭക്തനായ വീരൻ എന്ന രാജാവായിരുന്നു. ഒരിക്കൽ നാട്ടിൽ അതിഭയങ്കരമായ വരൾച്ചയും ക്ഷാമവും ബാധിച്ചു. ചെടികളും വൃക്ഷങ്ങളുമെല്ലാം ഉണങ്ങി നശിച്ചു. കൃഷിയിടങ്ങളെല്ലാം വിണ്ടുകീറി, നദികളും കുളങ്ങളും വറ്റി വരണ്ടു. അങ്ങനെ രാജ്യത്ത് കടുത്ത ദാരിദ്ര്യവും പട്ടിണിയും ഉണ്ടായി. പ്രജകളെ ജീവന് തുല്യം സ്നേഹിച്ചിരുന്ന രാജാവായിരുന്നു വീരൻ. തൻ്റെ പ്രജകൾക്ക് നേരിട്ട ഈ വിഷമം കണ്ടപ്പോൾ അദ്ദേഹത്തിന് വലിയ വിഷമമായി. കൊട്ടാരത്തിലെ ആർഭാടങ്ങളെല്ലാം വെട്ടിക്കുറയ്ക്കുകയും ഖജനാവിലെ പണമെല്ലാം എടുത്ത് ജനങ്ങളുടെ പട്ടിണി മാറ്റുന്നതിനായി അദ്ദേഹം ചിലവാക്കുകയും ചെയ്തു. എന്നാൽ അതൊന്നും ആ പ്രശ്നങ്ങൾക്കൊന്നും പരിഹാരമായില്ല. ഒടുവിൽ രാജാവ് തൻ്റെ പരദേവതയായ മുരുകദേവനെ തന്നെ ശരണം പ്രാപിക്കുകയാണ്. ആ രാജ്യത്തിൻ്റെ അതിർത്തിയിൽ ഒരു ശുദ്ധജല തടാകമുണ്ട്. അതിൻ്റെ കരയിലാണ് മുരുകദേവാലയം. രാജാവ് ക്ഷേത്രത്തിലെത്തി ഭക്തി പുരസരം ഭഗവാനെ വണങ്ങുന്നു. ഭഗവാൻ ഭക്തവത്സലനാണ്. അതുകൊണ്ട് തന്നെ കൈവെടിയുകയില്ല എന്ന് രാജാവിന് നല്ല ബോധ്യമാണ്. എന്തെങ്കിലും ഒരു വഴി ഭഗവാൻ കാണിച്ചു തരും എന്ന് വിശ്വസിച്ചിട്ട് ഭഗവാൻ ദേവനെ തന്നെ ആശ്രയിക്കുന്നു. അങ്ങനെ രാജാവ് അവിടെ തന്നെ കഴിയുകയാണ്. ഒരു വ്രതനിഷ്ഠയിൽ രാജാവ് അവിടെ ഇരുന്ന് ഭഗവാനെ പ്രാർത്ഥിക്കുന്നു. നേദ്യച്ചോറും പഴങ്ങളും മാത്രമാണ് രാജാവ് ഭക്ഷിക്കുന്നത്. എന്നിട്ട് ഭഗവാന്റെ നാമങ്ങളൊക്കെ ജപിച്ച് അവിടെ തന്നെ ഇരുന്ന് ഈ രാജാവ് എന്തെങ്കിലും ഒരു വഴി കാണിച്ചു തരണം, തൻ്റെ രാജ്യത്തെയും രാജ്യത്തിലെ ജനങ്ങളെയും രക്ഷിക്കണമെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ട് രാജാവ് അവിടെ തന്നെ കഴിഞ്ഞുകൂടുന്നു. അങ്ങനെ ഇരിക്കുന്ന ഒരു ദിവസം ഒരു രാത്രിയിൽ രാജാവിന് ഭഗവാന്റെ സ്വപ്നദർശനം ഉണ്ടാവുകയാണ്. മുരുകൻ
രാജാവിനോട് പറയുകയാണ്, രാജൻ, നിന്റെ രാജ്യത്തിലെ പ്രജകൾ ഈശ്വര മഹിമ വേണ്ടവണ്ണം തിരിച്ചറിഞ്ഞ് ആരാധന നടത്തുന്നില്ല. നീ ഭക്തനാണ്, പക്ഷേ നിന്റെ രാജ്യത്തിലെ ജനങ്ങൾ അങ്ങനെയല്ല. നിന്റെ കൊട്ടാരം സ്ഥിതി ചെയ്യുന്ന സ്ഥലം പണ്ടൊരു കാടായിരുന്നു. ആ കാലത്ത് ഭൂമിയിൽ ഒളി ജീവിതം നയിച്ചിരുന്ന ഇന്ദ്രൻ്റെ പത്നി ശൂരപത്മാസുരൻ്റെ സുഹൃത്തുക്കൾ തടവിൽ പാർപ്പിച്ചിരുന്നതും ഇതേ സ്ഥലത്താണ്. ശാപഗ്രസ്തമായ ആ സ്ഥലത്തു നിന്ന് നിന്റെ തലസ്ഥാനം മാറ്റുകയാണ് ആദ്യം വേണ്ടത്. ഒപ്പം ജനങ്ങളെ കൂടുതൽ ഈശ്വര വിശ്വാസികളാക്കി മാറ്റുന്നതിനും നീ ശ്രദ്ധിക്കണം. എങ്കിൽ ഇപ്പോൾ നേരിടുന്ന ദുരിതങ്ങളെല്ലാം അവസാനിക്കും. വേണ്ടത്ര മഴ ലഭിക്കുകയും രാജ്യത്തിൽ സമ്പൽ സമൃദ്ധി ഉണ്ടാവുകയും ചെയ്യും. ഇങ്ങനെ ചെയ്താൽ നിനക്ക് എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാകും. അതിനുവേണ്ടി ഞാൻ നിന്നെ അനുഗ്രഹിക്കുന്നു എന്ന് സ്വപ്നത്തിൽ വന്ന് മുരുകദേവൻ ഈ രാജാവിനോട് പറയുന്നു. അങ്ങനെ മുരുകദേവൻ പറഞ്ഞതനുസരിച്ചിട്ട് രാജ്യത്തിൻ്റെ തലസ്ഥാനം മാറ്റുകയും ജനങ്ങളോട് ഭഗവാന്റെ കഥകൾ കേൾക്കാനും ഭഗവാനെ പ്രാർത്ഥിക്കാനും കൂടുതൽ ഈശ്വര വിശ്വാസത്തിലിരിക്കാനുമൊക്കെ ഉപദേശിക്കുന്നു. അങ്ങനെ രാജാവിൻ്റെ നിരന്തരമായ പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ട് ജനങ്ങളെല്ലാം ഈശ്വര വിശ്വാസത്തിലേക്ക് തിരിയുന്നു. അതോടുകൂടി അവിടെ മഴ ലഭിക്കുന്നു. പാടങ്ങളിൽ ധാന്യങ്ങൾ ധാരാളമായി വിളയുന്നു. നാടെങ്ങും സമൃദ്ധി ഉണ്ടാകുന്നു. അങ്ങനെ ജനങ്ങൾക്കെല്ലാം മനസ്സിലാകുന്നു, ഭഗവാനെ പ്രാർത്ഥിച്ചാൽ ഭഗവാൻ വേണ്ടതെല്ലാം അതിൽ കൂടുതൽ കനിഞ്ഞ് അനുഗ്രഹിച്ചു നൽകുമെന്ന് ജനങ്ങൾക്കെല്ലാം മനസ്സിലാവുകയും ഭഗവാനോടുള്ള നന്ദി സൂചകമായി അവർ ആ നാട്ടിലെങ്ങും അമ്പലങ്ങൾ പണിയുകയും ഈശ്വര ആരാധന നടത്തുകയും ചെയ്തു. ഭഗവാന്റെ പ്രസാദമാണ് എല്ലാ ഉയർച്ചയുടെയും അടിസ്ഥാനമെന്ന് അവർ തിരിച്ചറിഞ്ഞു. അതോടുകൂടി ആ രാജ്യത്തിലെ സകലമാന ജനങ്ങളും മുരുകദേവന്റെ ഭക്തരായി തീർന്നു. ഇതാണ് സ്കന്ദപുരാണത്തിലെ ഭഗവാന്റെ ഒരു മഹത്വകഥ. ഈ കഥയിലൂടെ ഭഗവാൻ എന്താണ് നമ്മളോട് പറഞ്ഞു തരുന്നത്? ഒരു രാജ്യത്തിന് ഐശ്വര്യമുണ്ടാകണമെങ്കിൽ ആ രാജ്യത്തിലെ ജനങ്ങളും ഭരണാധികാരിയും ഈശ്വര വിശ്വാസികളായിരിക്കണം. അവർ ഭഗവത്ഗീതയിൽ ഭഗവാൻ പറഞ്ഞതുപോലെ നന്ദിയുള്ളവരായിരിക്കണം. തനിക്ക് സഹായം ചെയ്തു തരുന്ന ദേവതകളെ പ്രാർത്ഥിക്കണം. അവരോട് നന്ദിയുള്ളവരായിരിക്കണം. ഭഗവത്ഗീതയിൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ അർജുനനോട് ഇക്കാര്യം പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഭഗവത്ഗീതയുടെ 3-ാമത്തെ അധ്യായം കർമ്മയോഗയിൽ ഇക്കാര്യം വളരെ വിശദമായി ഭഗവാൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഭഗവത്ഗീതയുടെ ക്ലാസ്സുകൾ സ്ഥിരമായി കേൾക്കുന്ന ആളുകൾക്കൊക്കെ ഇക്കാര്യം അറിയാം. അതുപോലെ ഭഗവാൻ വീണ്ടും ഒരു കാര്യം ചെയ്ത് നമ്മളെ കാണിച്ചിട്ടുണ്ട്. എന്താണ്? ഗോവർദ്ധന പൂജ. ഭാഗവതം കഥകൾ കേട്ട എല്ലാവർക്കും എന്തിനു വേണ്ടിയിട്ടാണ് ഭഗവാൻ ഗോവർദ്ധനത്തെ പൂജിച്ചത് എന്നുള്ള കാര്യമൊക്കെ നിങ്ങൾക്കറിയാം. അതുതന്നെയാണ് ഇവിടെ സ്കന്ദദേവന് പറഞ്ഞിരിക്കുന്നത്. ജനങ്ങൾക്ക് ഈശ്വര ആരാധനയില്ല. ജനങ്ങൾ നന്ദി കെട്ടവരായി മാറുന്നു. അതുകൊണ്ടാണ് പ്രകൃതി പോലും അവർക്ക് എതിരായി നിന്നത്. നമ്മളോടും അത് തന്നെയാണ് പറയുന്നത്. നമ്മളും അത് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. രാജ്യത്തിന് ഐശ്വര്യമുണ്ടാകണമെങ്കിൽ ഭരണാധികാരികളും ജനങ്ങളും ഈശ്വര വിശ്വാസികളായിരിക്കണം. അവർ ഈശ്വരൻ്റെ മുതൽ കക്കരുത്. ഈശ്വരനോട് നന്ദിയുള്ളവരായിരിക്കണം. ഈശ്വരൻ തരുന്ന സമ്പത്തുകളെ നന്ദിയോടുകൂടി സ്വീകരിക്കുകയും ഈശ്വരനോട് തിരിച്ച് നന്ദി കാണിക്കുകയും ചെയ്യണം. അങ്ങനെ ചെയ്താൽ നമുക്കും നമ്മുടെ രാജ്യത്തിനും സമ്പത്തുണ്ടാകും, സമൃദ്ധി ഉണ്ടാകും എന്നുള്ളതാണ് ഈ കഥയിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. രാജാവ് മാത്രം നന്നായിട്ട് കാര്യമില്ല, ജനങ്ങളും നന്നാകണം. ഒരു വീട്ടിലാണെങ്കിലും അങ്ങനെ തന്നെയാണ്. കുടുംബനാഥൻ മാത്രം നന്നായിട്ട് കാര്യമില്ല, വീട്ടിലുള്ള എല്ലാവരും നന്നായിരിക്കണം. എങ്കിൽ മാത്രമേ ആ വീട് ഐശ്വര്യസമൃദ്ധമായി മുമ്പോട്ട് പോവുകയുള്ളൂ. ഈ കഥ നിങ്ങൾക്ക് മനസ്സിലായി എന്നും ഇതിലെ ഗുണപാഠം നിങ്ങൾ ഉൾക്കൊണ്ടുവെന്നും വിശ്വസിക്കുന്നു. അഭിഷേകപ്രിയനായ ഭഗവാന് ഷഷ്ഠി ദിവസം കഴിയുന്ന ആളുകളെല്ലാവരും തന്നെ അഭിഷേകം, നമ്മളെ കൊണ്ട് പറ്റുന്ന ഏത് ദ്രവ്യം ഉപയോഗിച്ചിട്ടാണോ അഭിഷേകം ചെയ്യാൻ സാധിക്കുന്നത് ആ ദ്രവ്യം ഉപയോഗിച്ചിട്ട് അഭിഷേകം ചെയ്യുക. ഭഗവാന് നാരങ്ങാമാലയാണോ താമരപ്പൂ മാലയാണോ ഏറ്റവും പ്രിയം എന്ന ഒരു സംശയം പലർക്കും ഉണ്ടായിരുന്നു.
നാരങ്ങാമാലയ്ക്കും താമരപ്പൂമാലയ്ക്കും രണ്ടും രണ്ട് ഫലങ്ങളാണ് ഉള്ളത്. ദൃഷ്ടിദോഷം അകറ്റുന്നതിനായിട്ടാണ് ഭഗവാന് നമ്മൾ നാരങ്ങാമാല സമർപ്പിക്കുന്നത്. അതുപോലെ തന്നെ താമരമാല, അത് സമ്പത്തുണ്ടാകുന്നതിന് വേണ്ടിയിട്ടാണ് ഭഗവാന് താമരമാല സമർപ്പിക്കുന്നത്. രണ്ടും ഭഗവാന് വളരെ വളരെ പ്രിയം തന്നെയാണ്. എന്ത് നമ്മൾ ഭഗവാന് സമർപ്പിച്ചാലും അത് സ്നേഹത്തോടു കൂടി ഭക്തിയോടു കൂടി നമ്മൾ സമർപ്പിച്ചാൽ മതി എന്നുള്ളതാണ് നമ്മൾ പ്രത്യേകമായും ഓർക്കേണ്ടത്. ഓരോ മനുഷ്യർക്കും ഓരോ സാഹചര്യങ്ങളാണ്, ഓരോ ആവശ്യങ്ങളാണ്. നമ്മൾ ഭഗവാന്റെ മുമ്പിൽ പ്രാർത്ഥിക്കുമ്പോൾ തീർച്ചയായിട്ടും എല്ലാ മനുഷ്യരും ഭഗവാനോട് ഭഗവാനെ ഭക്തി നൽകണമേ, അല്ലെങ്കിൽ ലോകാ സമസ്ത സുഖിനോ ഭവന്തു എന്ന നിലയിലൊന്നുമല്ല സാധാരണക്കാരായ ആളുകൾ എല്ലാവരും പ്രാർത്ഥിക്കുന്നത്. എല്ലാവർക്കും ഈ ലൗകിക ജീവിതത്തിൽ ജീവിക്കുന്ന എല്ലാവർക്കും അവരവരുടേതായ കുഞ്ഞു കുഞ്ഞു ആഗ്രഹങ്ങളൊക്കെ ഉണ്ടാകും. അതൊക്കെ സ്വാഭാവികമാണ്. സ്കന്ദഷഷ്ഠി വ്രതത്തിൻ്റെ കഥ തന്നെ എന്താണ്? ശൂരപത്മാസുര വധമാണ്. ദേവന്മാരുടെ ആവശ്യപ്രകാരമാണ് ഭഗവാൻ ശൂരപത്മാസുരനെയും അദ്ദേഹത്തിൻ്റെ കൂട്ടാളികളെയുമെല്ലാം വധിച്ചത്. അതുപോലെ എല്ലാ മനുഷ്യർക്കും അവരവരുടേതായ കുഞ്ഞു കുഞ്ഞു ആഗ്രഹങ്ങളൊക്കെ ഉണ്ടാകും. അതൊക്കെ ഭഗവാനോട് പ്രാർത്ഥിക്കുകയും ചെയ്യും. ആ നിലയിൽ ഈ രണ്ട് മാലകളും ഭഗവാന് പ്രിയപ്പെട്ടത് തന്നെ. നാരങ്ങാമാലയുടെ ഉദ്ദേശം ദൃഷ്ടിദോഷം അകറ്റുന്നതിനാണ് എങ്കിൽ താമരപ്പൂമാലയുടെ ഉദ്ദേശം സമ്പത്ത് നൽകുന്നതിനാണ്, ധനം ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ടാണ്. അതുപോലെ അഭിഷേകങ്ങൾക്കുമുണ്ട് പ്രത്യേകത. എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യുന്നത് ഭാഗ്യമുണ്ടാകുന്നതിനും ശത്രുദോഷം മാറുന്നതിനും വേണ്ടിയിട്ടാണ്. ആരോഗ്യമുണ്ടാകുന്നതിന് വേണ്ടിയിട്ടാണ് പാലുകൊണ്ട് അഭിഷേകം ചെയ്യുന്നത്. ഭഗവാന് പാൽപ്പായസം നൈവേദ്യമായി സമർപ്പിക്കുന്നത് ഭാഗ്യം ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ടാണ്. അഷ്ടാഭിഷേകമുണ്ട്, അത് രോഗങ്ങൾ മാറുന്നതിന് വേണ്ടിയിട്ടാണ്. നെയ്വിളക്ക് ഭഗവാന് സമർപ്പിക്കുന്നത് ഐശ്വര്യമുണ്ടാകുന്നതിന് വേണ്ടിയിട്ടാണ്. ദാരിദ്ര്യം അകലുന്നതിന് വേണ്ടി ഭഗവാന് തേൻ കൊണ്ട് അഭിഷേകം ചെയ്യാറുണ്ട്. കളഭം കൊണ്ട് ഭഗവാൻ അഭിഷേകം ചെയ്യും, അത് ജോലി ലഭിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഇങ്ങനെ പലതരത്തിലുള്ള വിശ്വാസങ്ങൾ അനുസരിച്ചിട്ടാണ് ഭഗവാന് നമ്മൾ അഭിഷേകം ചെയ്യുന്നത്. ഇനി എന്ത് അഭിഷേകം ചെയ്താലും നമ്മുടെ പ്രാർത്ഥന അത് ആത്മാർത്ഥതയോടു കൂടിയാണെങ്കിൽ അത് ഭഗവാൻ തീർച്ചയായിട്ടും സ്വീകരിക്കുമെന്നുള്ള കാര്യമാണ് നമ്മൾ പ്രത്യേകമായി ശ്രദ്ധിക്കാനുള്ളത്. എത്ര തവണ നാമം ജപിക്കാൻ സാധിക്കുന്നുവോ അത്രയും തവണ നാമം ജപിച്ച് ഭഗവാനെ പ്രാർത്ഥിക്കുക. 5-ാമത്തെ ദിവസം, സ്കന്ദഷഷ്ഠി വ്രതത്തിൻ്റെ 5-ാമത്തെ ദിവസം നമ്മൾ ഭഗവാനെ പ്രാർത്ഥിക്കേണ്ടുന്ന നാമമാണ് ഇനി ഞാൻ പറഞ്ഞു തരുന്നത്. മഞ്ഞപ്പൂക്കൾ ഭഗവാനെ സമർപ്പിച്ചുകൊണ്ട് ഈ നാമം ജപിക്കുന്നത് വളരെ വളരെ ശ്രേഷ്ഠമാണ്. ഈ നാമം 6 നാമങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു നാമസമൂഹമാണ്. ഈ നാമം രാവിലെയും സന്ധ്യയ്ക്കും നിങ്ങൾ ഏറ്റവും കുറഞ്ഞത് 21 തവണയെങ്കിലും ജപിക്കണം. 108 തവണ ജപിക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ, അതായത് ഈ 6 നാമങ്ങളും 108 തവണ ജപിക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അത് ഏറ്റവും ശ്രേഷ്ഠമാണ്. മഞ്ഞപ്പൂക്കൾ ഭഗവാന് സമർപ്പിച്ചിട്ട് മഞ്ഞ നിറത്തിലുള്ള പൂക്കൾ കൊണ്ട് മാല ഭഗവാന് സമർപ്പിച്ചിട്ടൊക്കെ തന്നെ ഈ നാമം ജപിക്കുന്നത് അങ്ങേയറ്റം ഉത്തമമാണ്. ഭഗവാന് വാഴപ്പഴം പ്രസാദമായി സമർപ്പിച്ചുകൊണ്ട് ഈ നാമം ജപിക്കുന്നതും വളരെ വളരെ ശ്രേഷ്ഠമാണ്. അതുപോലെ സ്കന്ദഷഷ്ഠി ദിവസം ഭഗവാന് മഞ്ഞ നിറത്തിലുള്ള ഉടയാടകൾ സമർപ്പിക്കുന്നത് ശ്രേഷ്ഠമാണ്. ചുവന്ന നിറത്തിലുള്ള ഉടയാടകൾ സമർപ്പിക്കുന്നതും വളരെ വളരെ ശ്രേഷ്ഠമാണ്. നാമം നിങ്ങൾ ശ്രദ്ധിച്ചോളൂ. ഓം ദേവസേനാപതയേ നമഃ. ഓം ഉമാസുതായ നമഃ. ഓം കുമാരായ നമഃ. ഓം ക്രൗഞ്ചാധരനായ നമഃ. ഓം ശങ്കരാത്മജായ നമഃ. ഓം ശ്രീ സുബ്രഹ്മണ്യായ നമഃ. ഇതാണ് ഈ നാമം. മഞ്ഞപ്പൂക്കൾ സമർപ്പിച്ച് വാഴപ്പഴം ഭഗവാന് സമർപ്പിച്ച് ഈ നാമം ഏറ്റവും കുറഞ്ഞത് 21 തവണ അല്ലെങ്കിൽ 108 തവണ 1008 തവണയൊക്കെ ജപിക്കുന്നത് അങ്ങേറ്റം ശ്രേഷ്ഠമാണ്. 2 നേരം ജപിക്കണം. ക്ഷേത്രത്തിലാണെങ്കിൽ ആലിൻ്റെ ചുവട്ടിലിരുന്ന് ജപിക്കാൻ സാധിക്കുന്നെങ്കിൽ അങ്ങേറ്റം ശ്രേഷ്ഠമാണ്. അതല്ലെങ്കിൽ നെല്ലിമരത്തിൻ്റെ ചുവട്ടിലിരുന്ന് ജപിക്കാം. ഈ 6 നാമങ്ങളും
ഇതുപോലെ ജപിച്ചതിന് ശേഷം വീണ്ടും ഒന്നുകൂടി ജപിക്കുക. അങ്ങനെയാണ് 21 തവണ അല്ലെങ്കിൽ 108 തവണ അങ്ങനെ ജപിക്കണം. ഇങ്ങനെ ജപിച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഭഗവാന്റെ എല്ലാ വിധത്തിലുള്ള അനുഗ്രഹങ്ങളും നമുക്ക് ലഭിക്കുമെന്നാണ് പറയുന്നത്. ഭഗവാന്റെ അപാരമായ സ്നേഹവാത്സല്യങ്ങൾ നമുക്കുണ്ടാകുമെന്നാണ് വിശ്വസിക്കുന്നത്. നമ്മുടെ ആഗ്രഹ പൂർത്തീകരണം നടക്കുമെന്നാണ് വിശ്വസിക്കുന്നത്. എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഇതേ വിധത്തിൽ നാമം ജപിച്ച് പ്രാർത്ഥിക്കുക. ഭഗവാന്റെ മൂലമന്ത്രമായ ഓം ശരവണഭവായ നമ എന്ന് നിരന്തരം ജപിക്കുക. അതുകൂടാതെ മറ്റൊരുപാട് നാമങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ആ നാമങ്ങളൊക്കെ തന്നെ ജപിക്കാൻ സാധിക്കുന്നെങ്കിൽ ജപിക്കുക, പ്രാർത്ഥിക്കുക. അതുപോലെ ഷഷ്ഠീദേവിയെ സംബന്ധിച്ച വീഡിയോ, ഷഷ്ഠീദേവിയും മുരുകദേവനും അങ്ങനെ ആ ഒരു വീഡിയോ ഇട്ടിരുന്നു. നിർബന്ധമായും എല്ലാവരും ആ വീഡിയോ കണ്ടിട്ട് ഷഷ്ഠി ദിവസത്തെ പ്രാധാന്യം മനസ്സിലാക്കി പ്രാർത്ഥിക്കണം. എല്ലാവരും നാമം ജപിക്കുക, പ്രാർത്ഥിക്കുക. ഹരേ കൃഷ്ണ.